മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് രസഗുളയാണ്. രസഗുളയുടെ റെസിപ്പിയാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. അത് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള രസഗുള. ഇതുപോലെ നമുക്ക് ഷുഗർ സിറപ്പ് കൂട്ടി എങ്ങനെയാണ് കഴിക്കുന്നത് കണ്ടില്ല. ഇതുപോലെ മുറിച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണിത് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണിത്. അതുകൊണ്ട് നമുക്കത് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കുക. അതിനായിട്ട് ഞാൻ 1.5 ലിറ്റർ പശുമ്പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ പനീർ ആദ്യം ഉണ്ടാക്കിയെടുക്കണം. പനീർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പക്ഷേ ഞാൻ നാരങ്ങ നീരാണ് ഒഴിച്ചിരുന്നത്. ഇത് ഞാൻ വിനീഗർ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. 4 ടീസ്പൂൺ വെള്ളവും 4 ടീസ്പൂൺ വിനീഗറും മിക്സ് ചെയ്തിട്ടാണ് നമ്മളത് പാല് പിരിക്കാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കേണ്ടത്. 1.5 ലിറ്റർ പാൽ അടുപ്പത്ത് വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ടിത് തിള വരുന്ന സമയത്ത് നമ്മളിത് കുറച്ചായിട്ട് ഈ വിനീഗർ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഏകദേശം ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ പതയൊക്കെ ആയി വന്ന് നമുക്ക് തിളക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒഴിച്ച് കൊടുക്കണം. 1 ടീസ്പൂൺ ആദ്യം ഒഴിച്ച് കൊടുത്തൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ചായിട്ട് നമ്മൾ എടുത്ത് വെച്ച വിനീഗർ മൊത്തം ഇതിൽ ചേർത്ത് കൊടുക്കണം. ചെറിയ ടീസ്പൂണിന് 4 ടീസ്പൂൺ വെള്ളവും 4 ടീസ്പൂൺ വിനീഗറുമാണ് ഞാൻ ചേർത്തത്. അത് കുറച്ചായിട്ട് നമുക്കിതിൽ ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഈ പാല് പിരിപ്പിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ കട്ടയിട്ട് വരും. നാരങ്ങ നീര് ചേർത്താലും മതി, വിനീഗർ ചേർത്താലും മതി. ഞാനിപ്പോൾ ഇതിൽ വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വെള്ളം ആയിട്ട് ഈ പാല് വെള്ളമായിട്ട് വരും. അതിൻ്റെ മീതയായിട്ടാണ് നമുക്കിതിൻ്റെ പനീർ കിട്ടുന്നത്. ഇനി അതൊന്ന് തണുപ്പിക്കണം. തിളച്ച ഉടനെ നമുക്കൊരു 5-6 ഐസ് ക്യൂബ് ഞാൻ ഇതുപോലെ അതിലിട്ട് കൊടുക്കുകയാണ്. എന്നാൽ നമുക്കത് പാകത്തിന് ഈ പനീർ കട്ടിയായിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരുപാട് സ്ട്രോങ് ആവും. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. അടിയിലൊരു പാത്രം വെച്ച് അതിൻ്റെ മീതൊരു സ്ട്രെയിനർ വെച്ച് പിന്നെ ഒരു തുണി വെച്ചിട്ടാണ് നമ്മളിത് അരിച്ചെടുക്കേണ്ടത്. നല്ലൊരു തുണി അരിച്ചെടുക്കാൻ പറ്റിയത് വൃത്തിയുള്ളത് വെച്ചിട്ട് നമുക്ക് ഈ പനീർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഐസ് ക്യൂബ് ഇടുമ്പോൾ തന്നെ കുറച്ച് തണുത്തിട്ടാണ് കിട്ടുക. എന്നാലും ചെറിയ രീതിയിലൊരു ചൂടുണ്ടാവും. നമുക്കത് ആദ്യം മാറ്റണം. അത് കഴിഞ്ഞിട്ടാണ് ഞാനിത് വീണ്ടും 2 പ്രാവശ്യം കൂടി നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കുന്നുണ്ട്, പച്ചവെള്ളത്തിൽ. കാരണം ഈ വിനീഗറിൻ്റെ ടേസ്റ്റ് നമുക്ക് ഈ രസഗുളയിൽ വരാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ 2 പ്രാവശ്യമായിട്ട് ഇത് നന്നായിട്ട് കഴുകി കൊടുക്കാം. പച്ചവെള്ളം ഒഴിച്ചൊരു സ്പൂണ് വെച്ചിട്ട് ഇളക്കിയാലും കൈ കൊണ്ട് ഇളക്കിയാലും മതി. എങ്ങനെയാണെങ്കിലും നമ്മുടെ സൗകര്യം വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി. പക്ഷെ എല്ലാ ഭാഗത്തേക്കും നമുക്കിതിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം വിനീഗറിൻ്റെ ആ ടേസ്റ്റ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ട് തണുപ്പിച്ചിട്ടുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ നോർമൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താലും കൂടി മതി. പക്ഷെ ഞാനിപ്പോൾ 2-3 ഐസ് ക്യൂബ് ഇട്ടിട്ട് ഒന്നും കൂടി തണുപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. 2-3 പ്രാവശ്യം നമ്മുടെ സൗകര്യപൂർവ്വം കഴുകിയെടുക്കാം. ഞാനിപ്പോൾ 2 പ്രാവശ്യമാണ് കഴുകിയത്. എന്നിട്ട് അതിൻ്റെ വെള്ളം മുഴുവൻ ഇതുപോലെ പ്രസ് ചെയ്ത് കളയണം. എന്നിട്ട് നമുക്കിതിൻ്റെ മീതയായിട്ട് കുറച്ച് കനമുള്ള ഇതെന്തെങ്കിലും വെച്ച് കൊടുക്കാം. ഞാനിതിൻ്റെ മുന്നേ വെച്ച് കൊടുത്തതും ഇടികല്ലായിരുന്നു പനീർ തയ്യാറാക്കിയപ്പോൾ. ഇപ്പോഴും അത് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. കാരണം നന്നായിട്ട് ഇത് അമർന്നിരുന്നാലാണ് നമുക്കതിൻ്റെ വെള്ളം മുഴുവനായിട്ട് പോയി കിട്ടുള്ളൂ. 1 മണിക്കൂർ നമുക്കിതുപോലെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആരം വെച്ച് കൊടുത്തിട്ടുള്ള ഈ പനീറൊന്ന് തുറന്ന് നോക്കാം. വെള്ളം മുഴുവനായിട്ടും വാർന്നു പോയി ഇതുപോലെ നല്ല കട്ടയിട്ട് കിട്ടിയിട്ടുണ്ട്. 1 മണിക്കൂർ വെച്ചാൽ തന്നെ നമുക്ക് ഇതുപോലെ കിട്ടും. പക്ഷേ കുറച്ച് ഭാരം വെക്കുന്നത് നമുക്ക് നന്നായിട്ട് പ്രസ്സാവണ മാതിരി വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കണം. കൈ വെച്ചിട്ട് നമുക്കിതിൻ്റെ ഓരോ കട്ടയായിട്ട് ഉടച്ചെടുക്കാം. എന്നിട്ട് വേണം ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ കുഴയ്ക്കണ സമയത്ത് ഇതിൻ്റെ വെള്ളം ഇതിൽ ഉണ്ടാവും. അത് നമുക്ക് എന്തായാലും നമുക്കൊരു നനവായിട്ട് തന്നെ കിട്ടും. നമുക്ക് കുറച്ച് കുഴച്ചെടുക്കാനുള്ളൊരു സൗകര്യമായിട്ടൊരു സ്ഥലത്തേക്ക് വേണം ഇത് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്.
കൈവെള്ളം വെച്ചിട്ട് നമുക്ക് തേച്ചിട്ട് വേണം ഇത് കുഴച്ച് പാകപ്പെടുത്തിയെടുക്കാൻ. കിച്ചൻ്റെ ടേബിൾ ടോപ്പിൽ വെച്ചിട്ടാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത്. കൈ വെച്ച് പ്രസ് ചെയ്തിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു ഉരുളയിട്ട് കിട്ടണം. ഇത് നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ കുഴക്കണ മാതിരി നന്നായിട്ട് ഉരുളയിട്ട് തന്നെ കിട്ടണം. അതുവരെ നമ്മളിത് കുഴച്ചെടുക്കണം. കൈകൊണ്ട് നല്ല ബലം പ്രയോഗിച്ചിട്ട് കുഴച്ചെടുക്കണം. ഏകദേശം ഒരു 10-15 മിനിറ്റ് നേരം വേണം കുഴച്ചെടുക്കാൻ. എന്നാലാണ് നമുക്കിത് നന്നായിട്ട് കിട്ടുള്ളൂ. നന്നായിട്ടിത് സോഫ്റ്റായിട്ട് വരണം. അതുതന്നെയാണ് ഇതിൻ്റെ കണക്ക്. ഏകദേശം ഇത് നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ഉരുളകളാക്കിയിട്ടാണ് എടുക്കേണ്ടത്. തീരെ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുത്താൽ മതി. നെല്ലിക്കയുടെ അത്രയും വേണ്ട. കാരണം ഇത് വലുപ്പം ഡബിളായിട്ട് വരും നമുക്ക് പഞ്ചസാര പനി ചേർത്ത് കൊടുക്കുമ്പോൾ. അതുകൊണ്ട് ചെറിയ ഉരുളകളായിട്ട് എടുക്കാം. ഇതുപോലെ ഓരോന്നും ആദ്യം ഉരുട്ടിയിട്ട് നമുക്ക് നന്നായിട്ട് കൈയിൻ്റെ ഉള്ളനടി വെച്ചിട്ട് തന്നെ ബോളാക്കി എടുക്കണം. ഒട്ടി പിടിക്കണില്ല, കണ്ടില്ലേ? നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഉരുളകളൊക്കെ. ഇപ്പം എല്ലാം ഞാൻ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 ലിറ്റർ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് 12 ഉരുളയാണ് എന്നാലും കിട്ടിയിട്ടുള്ളൂ. അത് നമ്മുടെ കൊഴുപ്പിനനുസരിച്ചിരിക്കും പാലിൻ്റെ ഉരുളകളുടെ എണ്ണമൊക്കെ. ഓരോ പാല് ചേർത്തുണ്ടാക്കുമ്പോഴും ഓരോ മാതിരിയായിട്ടാണ് നമുക്കിത് കിട്ടുക ഉരുളകൾ. എനിക്കിവിടെ 12 ഉരുളയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര ലായനി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ നമ്മുടെ അടുത്ത് മധുരത്തിനനുസരിച്ച് ഏത് പാത്രമാണോ എന്നുള്ളത് അവനവൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ഒരു പേപ്പർ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് നിറയെ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി എത്ര ഗ്ലാസ് ആണോ നമ്മൾ പഞ്ചസാര എടുക്കണം അതിൻ്റെ ഡബിളായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. 4 ഗ്ലാസ് വെള്ളം, പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് സ്റ്റൗ ഓണാക്കിയിട്ട് നല്ല മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് തിളപ്പിച്ചെടുക്കണം. അതിലേക്ക് ഞാനൊരു 4 ഏലക്ക ഇതുപോലെ തൊലി ഒന്ന് കളഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ചതക്കി അങ്ങനത്തെ ഒന്നും വേണ്ട. ഇത് കുറച്ച് നേരം തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് ഏലക്കായുടെ ടേസ്റ്റ് ഇതിലേക്ക് കിട്ടും. അതുകൊണ്ട് 4 എണ്ണം ഞാൻ ഇതുപോലെ പൊളിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്, തൊലി പൊളിച്ചിട്ട്. ഇനി നന്നായി ഒരു സ്പൂണ് വെച്ച് ഇളക്കി കൊടുക്കാം. വെട്ടി തിളയ്ക്കണം. ഇത് നന്നായി തിളച്ച് വരണം. ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഈ ഏലക്കയുടെ തോടെടുത്ത് കളയാം, അല്ലെങ്കിൽ അതിൽ തന്നെ ഇട്ടാലും യാതൊരു കുഴപ്പമില്ല. ഞാനിപ്പോൾ അത് മാറ്റുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഓരോ ഉരുളകളായിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഒന്നിച്ചിട്ട് കൊടുക്കരുത്. അതിലേക്ക് ഇട്ട് കൊടുത്തു. ലായനിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തു. ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് ഇതുപോലെ തിളയ്ക്കുമ്പോൾ ഒരു 10 മിനിറ്റ് നേരം ഇത് അടച്ചു കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അത്രയും മതി. പിന്നീട് നമ്മൾ തുറന്ന ശേഷം ഒരു 5-6 മിനിറ്റ് നേരം തുറന്നിട്ട് ഒരു നോർമൽ ചൂടിലും വെച്ച് കൊടുത്താൽ മതിയാവും. അത്രയും മതി നമുക്ക് രസഗുള വെന്ത് കിട്ടാൻ. അടച്ച് വെച്ചിട്ടുണ്ട്. അത് കണ്ടില്ലേ, ബോൾ ഇരട്ടിയായിട്ട് നമുക്ക് ഡബിൾ സൈസായിട്ട് ഇങ്ങോട്ടും ഓടി കളിക്കും. നമുക്ക് ഈ അടപ്പിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കാണാനുണ്ട്. ഇതുപോലെ കാണുന്ന ഗ്ലാസ് അടപ്പാണെങ്കിൽ നമുക്കത് തുറന്ന് നോക്കേണ്ട ആവശ്യമില്ല, ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ രസഗുള ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് തണുപ്പിച്ച ശേഷമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഇതെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റാം. എല്ലാം ഞാൻ ഈ വേറൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്കി വന്നിട്ടുള്ള ഷുഗർ സിറപ്പ് അരിച്ച് നമുക്കിതിൽ ഒഴിക്കേണ്ടതുണ്ട്. 1.5 കപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് മൊത്തം ഞാൻ ഇതിലൊഴിക്കുകയാണ്. ഇത് മൂടി നിൽക്കണം. നമുക്ക് ഈ ബൗള് മൂടി നിൽക്കണം, ഈ രസഗുള. എന്നാലാണ് നമുക്കത് മുഴുവനായിട്ടും അത് വലിച്ചെടുക്കുള്ളൂ. ഇനി ഇത് അടച്ച് ഞാൻ ഫ്രിഡ്ജിലാണ് ഒരു 5 മണിക്കൂർ സൂക്ഷിച്ച് വെച്ചത്. അതിൻ്റെ ശേഷം പുറത്തേക്ക് എടുത്തു. ഇനി നമുക്ക് ഒരെണ്ണം മുറിച്ച് നോക്കാം. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള രസഗുള ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം, അഭിപ്രായം പറയണം. കണ്ടോ, ഇതുപോലെയാണ് നമുക്കിത് കിട്ടുക. ഇതിൻ്റെ ഈ സിറപ്പ് കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണിത്.
എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം.